കൂട്ടുകാരിൽ നിന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചെറു കാറുമായിട്ടാണ്. ചെറു കാറെന്നൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും വാഗണാറാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. 2007 ഡിസംബർ മോഡലാണ്. 2008 എന്നൊക്കെ വേണമെങ്കിൽ പറയാമെന്ന് മാത്രം. 2007 ഡിസംബർ മോഡലായിട്ടുള്ള ഈ ഒരു വണ്ടിയാണ്. ഇനി ടെസ്റ്റ് വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2027 പുതിയ ടെസ്റ്റ് വരുന്നത്. നിലവിൽ പെട്രോൾ വണ്ടിയാണ്. CNGയോ ബാക്കി ഗ്യാസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നല്ല വൃത്തിയും വെടുപ്പായിട്ടാണ് വണ്ടി ഇരിക്കുന്നത്. നമ്പറൊക്കെ നല്ല വൃത്തിയുള്ള നമ്പറാണ്. KL11A0077. എല്ലാത്തിനും ഒരു എന്തൊരു പറയുക, ഇരട്ട സമയം ഒരു സിസ്റ്റം ഇല്ലേ, 11AA0077. അപ്പോൾ ഒരു ചെറിയ കൗതുകം കൊണ്ട് പറഞ്ഞാണ്, വേറെ ഒന്നും തോന്നരുത്. അതിലിപ്പോൾ അത്ര വലിയ കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പെയിൻറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് മൊത്തത്തിൽ നമ്മൾ നോക്കുന്നത്. ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ച് പെയിൻ്റൊന്നും നഷ്ടപ്പെട്ടതായിട്ട് കാണുന്നില്ല, അല്ലെങ്കിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നിലവിലില്ല. അധികം ഉപയോഗം നിലവിൽ വണ്ടിക്ക് ഇല്ല കേട്ടോ എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാർ അധികം ഓടിക്കുന്ന കൂട്ടത്തിലല്ല. നിലവിൽ ബാക്കിലായാലും കാര്യമായ സ്ക്രാച്ച് ഇടി ഞങ്ങൾക്കൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ സൈഡിലേക്ക് വരുവാണെങ്കിലും കാര്യമായിട്ടുള്ള സംഗതികളൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി വണ്ടികളുടെ കാര്യം നോക്കുമ്പോൾ ഗ്ലാസ് മാറ്റിയിട്ടുണ്ടെന്നാണ്. നിലവിൽ ഗ്ലാസ് ഒന്നും മാറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴും മാരുതിയുടെ ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത്, ഒന്നും മാറിയതായിട്ട് നമ്മൾ കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് വണ്ടിയുടെ മൊത്തത്തിലുള്ള ഗ്ലാസിൻ്റെയും അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിൻ്റെയും കാര്യത്തെക്കുറിച്ച്. ചെറു ഗ്ലാസ് പോലും ഒന്നും മാറിയിട്ടൊന്നുമില്ല. ഈ കാണുന്നതൊക്കെയാണ് ലുക്ക്. ഇതിന് റീപെയിൻറ്റിങ് ആണോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഓണർഷിപ്പ് ഇപ്പം നിലവിൽ 5ാമത്തെ ഓണർഷിപ്പാണ്. 5ാമത്തെ ഓണർഷിപ്പാണ്. വണ്ടി അധികം ഓട്ടമില്ലാണ്ടാണ് ആളുടെ കയ്യിലിരിക്കുന്നത് കേട്ടോ. ഈ 5ാമത്തെ ഓണർഷിപ്പിൽ ആൾ റീപെയിൻറ്റിങ് ചെയ്തിട്ടില്ല. ടെസ്റ്റ് നടത്തിയിട്ട് ഇപ്പോൾ 2 കൊല്ലം മുന്നേ ടെസ്റ്റ് നടത്തി. ആൾ പെയിൻറ്റ് ചെയ്യാണ്ടാണ് ടെസ്റ്റ് നടത്തിയത്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയ പിന്നെ പെയിൻറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പുതിയ ബാറ്ററിയാണ് നിലവിൽ വെച്ചിട്ടുള്ളത്. ഫ്രണ്ടിൽ 2 പുത്തൻ ടയറുകളാണ് നിലവിൽ ഉള്ളത്. അതുപോലെ തന്നെ ബാക്കിൽ കുഴപ്പമില്ലാത്ത കണ്ടീഷൻ ഉണ്ട്. ഈ ടയറൊക്കെ ഏകദേശം ഒരു 50% അടുത്തുണ്ട്. ഇതും 50% മുകളിലായിട്ട് ടയർ കണ്ടീഷൻ ഉണ്ട്. വാഗണാർ LXA ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് വെള്ളിലംകുന്ന് എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട്, അല്ലെങ്കിൽ ആനന്ദപുരം. തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് മുരിയാട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്തിൻ്റെ അടുത്താണ് വണ്ടി ഇരിക്കുന്നത്. വെള്ളിലംകുന്ന് എന്നൊക്കെയാണ് പ്രോപ്പർ സ്ഥലത്തിനെ കുറിച്ച് പറയാം. എങ്കിലും ഇരിങ്ങാലക്കുടയാണെന്ന് മനസ്സിൽ ധരിക്കുക. ബാക്കി ഡീറ്റെയിൽസ് ലൊക്കേഷനൊക്കെ നിങ്ങൾ ഓണറെ വിളിച്ചിട്ട് ചോദിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൃത്തിയും വെടുപ്പുള്ള ഇൻറ്റീരിയറൊക്കെ തന്നെയാണ്. ചെറിയ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി AC ആണ്, പവർ സ്റ്റിയറിംഗ് ആണ്, പവർ വിൻഡോ അല്ല. ഓടി കിലോമീറ്ററൊക്കെ ഏകദേശം 60,000 കാണുന്നത്. അത് ചിലപ്പോൾ 1,00,000 മേലുള്ള 60,000 ആവാനാണ് സാധ്യത. കാരണം 5th ഓണറാണ്, അത്യാവശ്യം ഓടിയിട്ടുണ്ടാവാം. ഈ ചേട്ടൻ്റെ കയ്യിൽ കിട്ടിയ പിന്നെയാണ് അധികം ഓടാതിരുന്നിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റീരിയറിൽ. അത്യാവശ്യം നല്ല വൃത്തിമെടുപ്പായിട്ട് തന്നെ വണ്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഫ്രണ്ടിൽ ബോണറ്റ് ഒന്ന് വെറുതെ പൊക്കി നോക്കാം. ഇനി എൻജിൻ റൂമൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് കാര്യമായിട്ട് ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. പാക്കിങ്ങിനെ കുറിച്ചിട്ട് നോക്കുകയാണെങ്കിൽ പാക്കിങ് പൊട്ടിയതായിട്ട് എനിക്ക് കാണുന്നില്ല. നിങ്ങൾ എന്ത് തന്നെയായാലും, ഞാൻ പറയുന്ന ഏത് വീഡിയോയിലിട്ട വാഹനമായാലും നിങ്ങളൊരു മെക്കാനിക്കിനെ കൂടി എപ്പോഴും സെർച്ച് ചെയ്യേണ്ടതാണ്. എന്നാൽ ഇതിപ്പോൾ വെള്ളം വേണമാണ്. ഇപ്പോൾ തുറന്നപ്പോൾ ഇതിൻ്റെ മുകളിൽ ഡിക്കിൻ്റെ മുകളിലുണ്ടായിരുന്ന കുറച്ച് വെള്ളം വേണമാണ്. ബാറ്ററി പുതിയതാണ്. 7/24 ഡേറ്റ് കാണുന്നത്. ബാറ്ററി കാണുന്നത് 7/24 പുത്തൻ ബാറ്ററിയാണ്. വേറെ എവിടെയും ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. അത്യാവശ്യം സെറ്റപ്പ് ഫോണൊക്കെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് വണ്ടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഒരു 5th ഓണറാണ്. അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ളൊരു വാഹനമാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ വില പറയുന്നത് 1,65,000 രൂപയാണ് കേട്ടോ. അപ്പോൾ വിലപേശലിന് വിധേയമാണ്. താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും വിളിക്കാം, വിലപേശലും കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വില കൂടുതലാണ് തോന്നുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വില, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുള്ള ഒരു വില നിങ്ങൾ സെല്ലറോട് വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഓടിച്ച് നോക്കാം. പിന്നെ മെക്കാനിക് സൈഡിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാം. ഇതിന് ശേഷം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീലാക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വില പേശി വാങ്ങാവുന്ന ഒരു വാഹനം തന്നെയാണ്. അപ്പോൾ മറ്റൊരു വാഹനത്തിന് കിടക്കാത്ത വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ.